റാമേ അവിടെ എണീച്ചേ. പറ്റില്ല, ഞാൻ അവിടെ ആദ്യം ഇരുന്നേ. എന്താ റാംദ്, പ്ലീസ്. പറ്റില്ല പറ്റില്ല പറ്റില്ല, നിങ്ങൾ രണ്ടുപേരിരിക്കണ്ട, ഞാൻ അവിടെ ഇരിക്കാം. വേണ്ട. എനിക്ക് ഭയങ്കര ജലദോഷമൊക്കെ ഉണ്ട്. നീ ഇങ്ങോട്ടത് ഇരിക്കോ, കാരണം ഫാന്റെ ചോട്ടിലിരുന്നാല് കൂടെയേ ഉള്ളൂ. ഇനി നീ അവിടെ തന്നെ ഇരുന്നോ. നിനക്കല്ല ഇവിടെ ഇരിക്കാൻ ആഗ്രഹം, ഇവിടെ ഇരുന്നോ. വേണ്ട വേണ്ട, നിന്റെ ആഗ്രഹമല്ലേ, നീ അവിടെ തന്നെ ഇരുന്നോ. അങ്ങനെ അങ്ങ് പറഞ്ഞാലോ, ഇവിടെ ഇരുന്നോ. രണ്ടുപേർക്കും എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. അത് നിനക്ക്. എന്താ മിസ്? നീ ഇതിനു മുന്നേ കോഡിംഗ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല മിസ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഈ ക്ലാസ്സില് 30 കുട്ടികളിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നീ ചെയ്തിട്ടുള്ളത്. എല്ലാവരോടും കൂടി പറയാം, പ്രോഗ്രാം കോഡിംഗ് അറിയാതെ കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റത്തില്ല. തുടക്കം മുതലേ പഠിച്ചു വന്നാലേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ഔട്ട്പുട്ട് എന്താന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അതിന്റെ കോഡിംഗ് മനസ്സിലായാലേ നമുക്കതിന് ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. നീ എവിടെന്നാ കോഡിംഗ് പഠിച്ചത്? മര്യാദക്ക് പറ. ജനിക്കുമ്പോ തന്നെ ചിലവർക്കൊക്കെ ചില കഴിവുകൾ കൊടുക്കും. അത് കിട്ടാഞ്ഞിട്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എടാ പോടാ പോടാ, നീയൊക്കെ ട്യൂഷന് പോകുന്നുണ്ടാവും, ഞാൻ അറിയാതെ. പിന്നെ മിസ് പറഞ്ഞത് കേട്ടോ, കോഡിംഗ് അറിയണമെന്ന. അതിനിപ്പോ എന്താ, സിമ്പിൾ അല്ലേ? സിമ്പിള്. ഞാനൊന്നും പറയുന്നില്ല, ലോജിക് ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിനക്ക് പറ്റത്തില്ല. നീ എന്താ പറഞ്ഞു വരുന്നത്? നമുക്ക് അവരോട് ചോദിച്ചു നോക്കിയാലോ, എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നെന്നാ. ചെന്ന് കൊടുക്ക, അല്ലെങ്കിൽ ഭയങ്കര അഹങ്കാര ലൈറ്റാ. എന്നാ നീ പഠിപ്പിച്ചതാ. എനിക്കതിന് അറിയൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. അറിയില്ലെങ്കിലും മിണ്ടാതിരിക്കണം, അല്ല പിന്നെ. ഒന്നും അറിയൂല എന്ന വായിക്ക് ഒരു കുറവുമില്ല. ഞാൻ എന്തായാലും നാളെ പോയിട്ട് അവരോട് ചോദിക്കൂ. റീന, നീ ഉണ്ടോ? ഞാന് വരാം. അത് മതി. റീന, നീ ഉണ്ടോ? എനിക്കൊന്ന് ആലോചിക്കണം. നീ എത്ര വേണമെങ്കിൽ ആലോചിച്ചോ. നിനക്കറിയാവുന്ന ഇംഗ്ലീഷിന് അത്ര എളുപ്പമല്ല ഈ പ്രോഗ്രാം കോഡിങ്. നല്ല അറിവുള്ളവരുടെ ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. അവൻ ടീച്ചറൊന്നല്ലോ. എടി മടി, ടീച്ചറോട് നമുക്ക് ചില ഡൗട്ടൊക്കെ ചോദിക്കാൻ മടി ഉണ്ടാവത്തില്ലേ? ടീച്ചർ വിചാരിക്കില്ലേ നമുക്കിതൊന്നും അറിയത്തില്ലാന്ന്. ഇവനോടാകുമ്പോ ഒരു പ്രശ്നം വരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആലോചിക്കട്ടെ എന്ന്. അവനെ അപ്പൊ വിളിക്കാം. ഹൃത്തിക്, എടാ ഹൃത്തിക്കേ, വന്നിരിക്കേ. ഇവരൊക്കെ എന്താ ഇവിടെ? ഞങ്ങൾ ഇരുന്നോളാം. ശരി. നിന്നോടെന്തോ ഡൗട്ട് ചോദിക്കാണ്ടെന്ന് പറഞ്ഞത് ആദ്യം കേട്ടപ്പോ എനിക്ക് ചിരിയാ വന്നത്. ഇതിലെന്താ ചിരിക്കാന്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. അല്ല, എന്ത് ഡൗട്ടാ? എനിക്ക് നന്നായിട്ട് കോഡിംഗ് അറിയാലോ, അത് ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? നടുവത്തെ കുട്ടി എന്താ സംസാരിക്കത്തില്ല? എന്താ റീന, എന്തെങ്കിലൊക്കെ പറ. അതെന്താ ഞാൻ പറഞ്ഞാലേ കോഡിംഗ് പഠിപ്പിച്ചു തരത്തുള്ളൂ? എന്റെ ദൈവമേ. ശരി, ഇരിക്കൂ, പഠിപ്പിച്ചൊക്കെ തരാം. ഓക്കെ, വാ റീന, ഇരിക്ക. നീ എന്താ പ്രതിമ ആയോ? അയ്യോ, പേടിപ്പിക്കല്ലേ. നിനക്ക് ഇതെല്ലാം അറിയോ? അവൾക്ക് ഇതൊന്നും അറിയത്തില്ല. നിങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്ന കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവും. അതിനുള്ള ബ്രെയിനൊക്കെ എനിക്കുണ്ട്. ഓ അങ്ങനെ. നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് ഇതിന്റെ ഫോർമാറ്റ് ആണ്, അതറിയാലോ? ഇല്ല, എനിക്കറിയത്തില്ല. ഇതാ. ഓ അങ്ങനെ. ഇനി കുറെ ഡാറ്റ ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റ്, ക്യാര്, അങ്ങനെ കുറെ. നമ്പേഴ്സ് ആണെങ്കിൽ ഇന്റ് കൊടുക്കുക. കൂടുതലും നമ്മൾ അതാണ് യൂസ് ചെയ്യാറ്, അതുകൊണ്ട് അത് കൊടുക്കുക. പിന്നെ ഏതെങ്കിലും ഒരു വാരിയബിൾ ആയിട്ട് എക്സോ വൈയോ എയോ ബിയോ ഏതെങ്കിലും. ഞാനിപ്പോ റീന എന്നാ കൊടുക്കുന്നേ. എന്തിനാ എന്റെ പേര് കൊടുക്കുന്നേ? നീ മാത്രമുള്ളൂ റീന? കറക്റ്റ് ആണല്ലോ, ഓള് മാത്രമുള്ളൂ റീന. ഇവിടെ ഇപ്പൊ ഞാനല്ലേ റീന ഉള്ളത്. ഇനി നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വേണ്ടത് എന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സി ഔട്ട് എന്ന് വെച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഞാനിപ്പോ എന്റർ 2 നമ്പർ അത് കൊടുക്കുകയാണ്. ഡബിൾ കോട്ടിൽ വെച്ചിട്ട് വേണം ഇത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ സ്ക്രീനിൽ നമുക്കിത് കിട്ടത്തില്ല. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഇത്രയുള്ളായിരുന്നു കോഡിംഗ്. വളരെ ഈസി ആണല്ലോ. അത്ര ഈസി ഒക്കെ കാണണ്ട, ഇനിയുണ്ട് വലിയ വലിയ ലെവലുകള്. ഇത് ജസ്റ്റ് ബേസിക്. ശരി, താങ്ക്സ്. ഓക്കെ റീന, വാ, പഠിപ്പിച്ചു തരാം. അതെ, അങ്ങോട്ട് ഇങ്ങനെ കൂർപ്പിച്ച് നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇങ്ങോട്ട് നോക്കണം. എന്താ? ഒന്നുമില്ല. ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുടിക്കാൻ വാ. അയ്യോ, അതൊന്നും വേണ്ട. എങ്ങനെ പറഞ്ഞ ശരിയാവാ? ആദ്യമായിട്ടല്ലേ വീട്ടിലേക്ക് വരുന്നേ. വാ കുടിക്ക. എന്റെ പൊന്നുറിയ, ജാട കാട്ടല്ലേ. വാ കുടിക്കാൻ വാ. ദാഹിച്ചിട്ട് ഇരിക്കാനും നിക്കാനും വയ്യ. ശരിയാ, ആദ്യം നമ്മൾ പറയും വേണ്ടാന്ന്, പിന്നെ നിർബന്ധിപ്പിക്കുമ്പോ നമ്മൾ എന്തായാലും പോണെന്നേ. റീന, നീ വരുന്നില്ലേ? അവള് പഠിക്കല്ലേ, അവള് വരും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജ്യൂസ് എടുത്ത് വെച്ചാ മതി. ഓക്കെ. നിന്നോടാരെ പറഞ്ഞേ ജ്യൂസ് എടുത്ത് വെക്കാന്? എനിക്ക് വേണമായിരുന്നു. എന്താ? കമ്പ്യൂട്ടറിലോട്ട് നോക്ക.
മനസ്സിലായോ? എല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്ന് പറയരുത്, അല്ലെങ്കിൽ ഇവർക്ക് ഇച്ചിരി അഹങ്കാരം കൂടും. കുറച്ചൊക്കെ മനസ്സിലായി. അപ്പൊ ഫുള്ള് മനസ്സിലായെന്ന് അർത്ഥം. പക്ഷേ ഈ കമ്പ്യൂട്ടറിൽ കാണുന്നൊന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. പണ്ടത്തെ പോലെ കണ്ണട വെച്ചാ മതി. പണ്ട് ഞാൻ കണ്ണട വെച്ചത് നിനക്ക് എങ്ങനെ അറിയോ? നിന്റെ കണ്ണ് കണ്ടറിഞ്ഞൂടെ? ഓ വലിയ സംഭവം. ജ്യൂസ് എനിക്കും എടുത്തേക്കണേ. നാളെ റീനക്ക് ഒരു ഡൗട്ടും തോന്നിക്കരുത്. രാവിലെ എണീച്ചുടനെ അമ്മയോട് പൈസ ചോദിക്കണം, അച്ഛനോട് ബേക്കറിയില് ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള അനുവാദവും വാങ്ങണം. നാളെ ക്ലാസ് പോകുമ്പോ ഒരിക്കലും ബർത്ത്ഡേ വിഷ് ചെയ്യരുത്. വൈകുന്നേരം ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. നാളെ എല്ലാം ഷാട്ടപ്പടെ ചെയ്യണം, എന്നാലേ എല്ലാം കറക്റ്റ് ആവൂ. സ്കൂൾ വിട്ടിട്ട് പെട്ടെന്ന് മനുവിന്റെ സൈക്കിൾ വേണം എല്ലാം ചെയ്യാന്. ചേട്ടാ, ചേട്ടനക്ക് പോലെ സംസാരിക്കാണെങ്കിൽ അപ്പുറത്തെ റൂം പോയിട്ട് സംസാരിച്ചോ. പോടാ പോടാ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങിക്കോ. അമ്മേ, എന്താ? എനിക്കൊരു 700 രൂപ വേണമായിരുന്നു. അതെന്തിനാ? എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനാ. ആർക്ക്? ഞങ്ങളെ ഫ്രണ്ട്സിന്. പോയി പോയി, അത്രയൊന്നും എന്റെ അടുത്തില്ല. അമ്മേ, അവരൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് ഇതുപോലെ ഗിഫ്റ്റ്. അതുകൊണ്ടാ. അവരുടെ ബർത്ത്ഡേ ആകുമ്പോ കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? എന്നെ വിചാരിച്ചിട്ട് 700 രൂപക്കോ? എന്തിനാ അത്ര വലിയ ഗിഫ്റ്റ്? അല്ല, ഗിഫ്റ്റ് മാത്രല്ല, കുറച്ച് കേക്കിനും കൂടെ എടുക്കണ്ട്. അത്ര അടുത്ത ഫ്രണ്ട് ആണോ? അതെ. ആ റൂമിലെ ബെഡിന്റെ അടിയിൽ നിന്ന് എടുത്തോ. 700 രൂപ എടുക്കാവുള്ളൂ കേട്ടോ. ഓക്കെ അമ്മേ. കുട്ടികള് വളരും തോറും ചെലവ് കൂടുക. അച്ഛാ, അച്ഛന്റെ ബേക്കറി എനിക്കൊന്ന് തരുമോ ഇന്ന് രാത്രിക്ക്? അതെന്തിനാ? ഇന്ന് ഏതോ ഒരു ബർത്ത്ഡേ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ, അതിന് വേണ്ടിട്ടായിരിക്കും. കറക്റ്റ്, അതെ അതെ. അച്ഛാ പ്ലീസ്. എപ്പോഴാ വേണ്ടേ? എന്തിനാ വേണ്ടത്? അത് പിന്നെ കേക്ക് മുറിക്കാൻ വേണ്ടിട്ടാ. 9 മണിന്റെ മുന്നേ മതി. ശരി. നിനക്ക് കേക്ക് മുറിക്കാൻ വേറെ എവിടെയും കിട്ടിയില്ലേ? അതെന്താ എന്റെ കടയ്ക്ക് ഒരു കുഴപ്പോ? ഇത്ര അന്തസ്സുള്ള കട ഈ ഏരിയയിലെ എവിടെയും ഇല്ല. അന്തസ്. അമ്മേ, അച്ഛന്റെ മൂഡ് മാറ്റില്ലേ പ്ലീസ്. ഇല്ല ഇല്ല, നീ പൊക്കോ സ്കൂൾക്ക്. ഓക്കെ. അപ്പൊ അച്ഛ പറഞ്ഞതുപോലെ കൃത്യസമയത്ത് ഞങ്ങൾ എത്തും. ആ ഓക്കേ. അല്ലടാ, ബർത്ത്ഡേ ആരതാ? ആളെ പേരെന്താ? പേര് റിഹാൻ. റിഹാൻ. ഓ, റിഹാൻ അല്ലേ? അല്ല, റൈഹാൻ. റൈഹാൻ തന്നെ. മുസ്ലിം ആണോ? അതെ അമ്മേ. ശരിയെന്നാ. എടാ മണ്ട, ക്ലാസ് വരുന്നില്ലേ? പിന്നെന്തിനാ ഇതിട്ടിരിക്കുന്നേ? എന്നാ വാ. ചേട്ടനല്ലേ ലേറ്റ് ആയത്? ചേട്ടൻ വാ. ശരി. എന്താ ചേട്ടാ അവിടെ നിന്ന് കളഞ്ഞത്? ജസ്റ്റ് 1 മിനിറ്റ്. ഇവിടെ ഇനി എന്താ? സൈക്കിൾ എന്നാ. ഓക്കെ, ഒരുപാട് താങ്ക്സ്. ഒരു കേടുപാടില്ലാതെ എന്റെ കയ്യിൽ ഇങ്ങോട്ട് തരണം. ഇത് എപ്പോഴാ തരല് നീ? എന്റെ പൊന്നു മനു, എല്ലാം ഏൽപ്പിക്കാം, ഒന്ന് മിണ്ടാതിരി. ഇന്നത്തെ ആവശ്യത്തിന് മാത്രമാണ്. എന്തായാലും വേണ്ടില്ല, കേടുപാടില്ലാതെ എത്തിച്ചെന്നാ മതി. ഓ ശരി. ഇതെന്താ ചേട്ടാ, സൈക്കിൾ വാങ്ങാണോ? ചേട്ടോ ഇന്നെങ്ങാനും വരുമോ? ചേട്ടൻ സൈക്കിൾ വാങ്ങിയാ? എടാ മണ്ട, സൈക്കിൾ വാങ്ങിയതല്ല. സൈക്കിൾ ഇന്നത്തേക്ക് അവന്റെ അടുത്തുനിന്ന് വാടക എടുത്തതാ. ഇരുന്നോ, ഇതിന് കൊണ്ടുപോകാം. ശരിയെന്നാ.